ബോംബ് സ്റ്റാർ ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസൻ ആളുടെ അടുത്തൊരു ബോംബ് OTT വന്നിട്ടുണ്ട്. ID ദ ഫേക്ക് സൈന പ്ലേയിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇങ്ങേര് നന്നാവാനൊന്നും പോണില്ല. ഇങ്ങേര് എല്ലാ ബോംബിലും കയറി തലവെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങേര് ഭാവിയിൽ ഒരു ഓട്ടോബയോഗ്രഫി ഇറക്കുന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസനും ബോംബുകളും ദ അൺടോൾഡ് ലവ് സ്റ്റോറി അതായിരിക്കും അതിന്റെ പേര്. ഈ മാഗ്നറ്റ് ഇല്ലേ, അതിന് ഇരുമ്പിനോട് പോലും ഇത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല. അതിലേറെ ഇഷ്ക് പ്യാറ് മൊഹബത്താണ് ഇങ്ങേർക്ക് ബോംബിനോട്. ഇപ്പൊ അർജുൻ ദാസിന്റെ ബോംബ് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, തിയേറ്റർ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇങ്ങേര് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ അതിൽ കയറി അഭിനയിച്ചിട്ടുണ്ടാവും. അജാതി പ്രേമമാണ്. എനിക്ക് തോന്നുന്നു കാഞ്ചനമാലയ്ക്ക് മൊയ്തീനോട് പോലും ഇത്ര പ്രേമം ഉണ്ടായിണ്ടാവില്ല. ധ്യാൻ ശ്രീനിവാസനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. ഇവരുടെ പ്രൊഡ്യൂസർമാര് ഒന്നുമില്ലാതെ അവർക്ക് അറിയാം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുങ്ങാൻ പോണ ടൈറ്റാനിക്കിലാണെന്ന്. സ്റ്റിൽ എന്തിനാ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളെടുത്ത് സാറേ നിങ്ങൾ ഇന്ന് പോണ കാറ് വണ്ടി മരത്തിലിടിച്ച് നിങ്ങൾ ഇന്ന് ചാവും, ഉറപ്പാണ് 100% കട്ടായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവോ? ഇല്ല. സ്റ്റിൽ ഈ പ്രൊഡ്യൂസർമാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഫിഷി എന്ന് വേണമെങ്കിൽ പറയാം. സോ ആരോ ഈയിടയ്ക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അവരുടെ തന്തയ്ക്ക് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതൊരു കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണക്കാരന് തോന്നുന്നത് മാത്രമാണ് അവർ ചോദിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ID ദ ഫേക്കിലോട്ട് വരാം. ഗർഭമാണ് ഈ സിനിമ ഫുള്ള്. ശരിക്കും ഈ സിനിമയ്ക്ക് ഗർഭം എന്നായിരുന്നു പേരിടേണ്ടത്. നമ്മുടെ